നമസ്കാരം. കഴിഞ്ഞ ദിവസം പരാശക്തിയിൽ അഭിനയിച്ച ദേവ് രാംനാഥ് എന്ന നടൻ വിജയ് ആരാധകർക്ക് മേലെ പൊങ്കാലയിടുന്ന ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. എക്സിലാണ് ആ പോസ്റ്റ് ഇട്ടത്. വിജയ് ആരാധകരെ തെല്ലൊന്നുമല്ല ആ പോസ്റ്റ് ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദേവ് രാംനാഥിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ വിജയ് ആരാധകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ദേവ് പറയുന്ന കാരണങ്ങളുണ്ട്. ദേവ് പറയുന്നത് പരാശക്തിയെ തകർക്കാൻ ഇവിടെ വിജയ് ആരാധകർ ശ്രമിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പലതും പറയുന്നത്. ദേവ് രാംനാഥിൻ്റെ ആ വാചകങ്ങൾ പൂർണ്ണമായും നമ്മൾ തള്ളിക്കളയുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ രണ്ട് കാരണങ്ങളുണ്ട് വിജയ് ആരാധകർക്ക് ഇത്രയധികം ദേഷ്യമുണ്ടാവാൻ. പോയിന്റ് നമ്പർ 1, വിജയ് ചിത്രമായ ജനനായകൻ ജനുവരി 9 റിലീസ് ചെയ്യേണ്ടിയിരുന്നതാണ്. ഈ ആരാധകരെല്ലാവരും തന്നെ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു എത്രയോ നാളുകളെ. ഒന്നാമത്തത്, ഇത് വിജയുടെ അവസാനത്തെ സിനിമയാണ്. അത് ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു ആരാധകർ. അപ്പോൾ 9 അവർ ഫിക്സ് ചെയ്ത് എത്രയോ പേരിൻ്റെ ടിക്കറ്റ് ബ്ലാക്കിനൊക്കെ എടുത്ത് 500, 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും ഒക്കെ വരെ ഈ ടിക്കറ്റ് എടുത്ത ആളുകളുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇത് കാണാൻ വേണ്ടി കാത്തിരുന്നിട്ട് അവസാനം ആ സിനിമ മാറ്റിവെക്കുക, പൈസ പോവുക, അവരുടെ ഏറ്റവും വലിയ നടൻ്റെ സിനിമ റിലീസ് ചെയ്യാതിരിക്കുക. നേരെ മറിച്ച് അപ്പുറത്തെ ഒരു ക്ലാഷ് റിലീസ് വെച്ചിരുന്ന സിനിമ ഫ്രീ റിലീസായിട്ട് 10 ഒരു ക്ലാഷും ഇല്ലാതെ ആ സിനിമ വരിക. ഇതൊക്കെ വിജയ് ആരാധകർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാക്കിയിരുന്നു. ഈ സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ ഈ ശിവകാർത്തികേയൻ്റെ ഹോർഡിങ്സ്, ബോർഡുകൾ അതൊക്കെ കീറി മുറിച്ച് കളയുക, പരാശക്തിയുടെ ബോർഡുകളൊക്കെ കീറി മുറിക്കുക, ഇതെല്ലാം നമ്മൾ തെളിവ് സഹിതം നമ്മുടെ ഈ വീഡിയോ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. 2, പൊങ്കൽ ആരംഭിക്കുന്നത് വിജയ് സിനിമകൾ തുടങ്ങുമ്പോൾ മാത്രമാണ്. വിജയ്ക്കൊപ്പം ക്ലാഷ് വയ്ക്കാൻ ശിവകാർത്തികേയൻ ആരാണ്? ഈ ചോദ്യങ്ങളൊക്കെ തന്നെ കുറച്ചധികം നാളുകളായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ദേഷ്യവും വിജയ് ആരാധകർക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി എല്ലാം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ദേവ് രാംനാഥ് എന്ന നടൻ സഹി കെട്ടുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതിൽ പ്രധാനപ്പെട്ട കാര്യം, ആ പോസ്റ്റ് ഞാൻ ആദ്യം വായിക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ജസ്റ്റ് ബിക്കോസ് വി ആർ റിലീസിങ് അലോങ് സൈഡ് യുവർ ഫിലിം ഡസൻ ഗിവ് യു ദ റൈറ്റ് ടു സാബട്ടേജ് us. ജനനായകൻ എന്ന സിനിമയുടെ ഒപ്പമാണ് പരാശക്തി റിലീസ് ചെയ്യുന്നത് ഒറ്റ കാരണം കൊണ്ട്. ഞങ്ങളുടെ സിനിമയെ തകർക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയതെന്നാണ് ദേവ് രാംനാഥ് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം. വി അനൗൺസ്ഡ് അവർ റിലീസ് ഡേറ്റ് ഫസ്റ്റ്. ഡിഡ് വി ട്രൈ ടു സ്റ്റോപ്പ് യുവർ ഫിലിം? നെവർ. ഞങ്ങളാണ് റിലീസ് ഡേറ്റ് ആദ്യം പ്രഖ്യാപിച്ചത്, പക്ഷേ നിങ്ങളുടെ സിനിമയെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചോ? ഇല്ല. അവിടെയാണ് രണ്ട് കാര്യങ്ങൾ കേട്ടോ. ദേവ് രാംനാഥിനോട് എതിർക്കുന്നൊരു പോയിന്റ് അതാണ്. ദേവ് ഇവിടെ പറയുന്നുണ്ട് ഞങ്ങളാണ് ആദ്യം റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തതെന്ന്. അതായത് വി അനൗൺസ്ഡ് അവർ റിലീസ് ഡേറ്റ് ഫസ്റ്റ് എന്നാണ് പറയുന്നത്. അല്ല, അവിടെ ഒരു തെറ്റുണ്ട്. ഈ ജനനായകൻ ജനുവരി 9 റിലീസിനെത്തുമെന്നുള്ളത് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പരാശക്തിയാണ് ആദ്യം റിലീസ് ഡേറ്റ് വെച്ചതെന്ന് വെച്ചോ. പക്ഷെ പരാശക്തി റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നത് ജനുവരി 14 ജനനായകൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിരുന്നത് ജനുവരി 9 അവിടെ വിജയ് ആരാധകർക്ക് ഒരു പ്രശ്നവുമില്ല. ഒരു സിനിമ ജനുവരി 9 ഇറങ്ങുന്നു, ഒരു സിനിമ ജനുവരി 14 ഇറങ്ങുന്നു, വിജയ് ആരാധകർക്ക് ഒരു കുഴപ്പമില്ല, അവർ ഓക്കെയാണ്. പക്ഷെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ജനുവരി 14 റിലീസ് ചെയ്യാനിരുന്ന സിനിമ ജനുവരി 10 പ്രീപോണ്ട് ചെയ്തു. അതിനുള്ള മറുപടി ഇപ്പോഴും ശിവകാർത്തികേയനോ ഡോൺ പിക്ചേഴ്സോ റെഡ് ജാൻ മൂവീസോ ആരും നൽകുന്നില്ല. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി കിട്ടാത്തപ്പോഴാണ് വിജയ് ആരാധകരോട് ഫ്രസ്ട്രേറ്റഡ് ആവും. നമുക്ക് പോസ്റ്റിൻ്റെ ബാക്കി പോകാം. I was at the CBFC office every single day in Chennai and Mumbai to overcome hurdles. We were dealing with our censor issue just the way your team was. We got ours less than 18 hours before the release. അത് ശരിയാണ്. പരാശക്തിക്കും ഇതുപോലെ CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. 25ഓളം കട്ടുകളാണ് CBFC പരാശക്തിയോട് റെഫർ ചെയ്തിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവസാനം 10 റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയ്ക്ക് 9 പുലർച്ചെയാണ് ഈ സർട്ടിഫിക്കറ്റ് കൈ കിട്ടുന്നത്. അപ്പോൾ അതുവരെ ഇതിൻ്റെയും ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിൽ പോലും വാക്കാൽ ഇത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ 25 കട്ട് നടത്തിയിട്ടുണ്ടല്ലോ, ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരാമെന്ന് CBFCയുടെ ഭാഗത്തു നിന്ന് വന്നെങ്കിൽ പോലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സിനിമാ ടീമിലൊരു ഒരു ടെൻഷൻ ഉണ്ടാകും. അങ്ങനെ 9 രാവിലെയാണ് ഈ സെൻസർ സർട്ടിഫിക്കറ്റ് പരാശക്തി ടീമിന് കിട്ടുന്നത്. ഈ ജനനായകൻ അനുഭവിച്ചതുപോലെ തന്നെ ഞങ്ങളും അനുഭവിച്ചു. പക്ഷേ ജനനായകൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വ്യത്യാസം. നെഗറ്റീവ് റിവ്യൂസ്, യൂസിങ് ഓൾഡ് വീഡിയോസ്, ഇൻഫ്ലുവൻസിങ് പീപ്പിൾ, ഷൗട്ടിങ് പൊളിറ്റിക്കൽ സ്ലോഗൻസ് ഇൻ തിയേറ്റേഴ്സ്, മെസ്സിങ് വിത്ത് BMS റേറ്റിംഗ്, ദിസ് ഇസ് ഇൻ കോമ്പറ്റീഷൻ. യു ഡിഡ് ദ സെയിം ടു എ ബിഗ് ഫിലിം ലാസ്റ്റ് ഇയർ എന്നുള്ളത്. അതായത് പഴയ ശിവകാർത്തികേയൻ പടത്തിൻ്റെ റിവ്യൂസൊക്കെ എടുത്തിട്ട് അത് പരാശക്തി റിവ്യൂ ആണെന്ന് പറഞ്ഞ് മാറ്റുക, ബുക്ക് മൈ ഷോയിൽ അനാവശ്യമായിട്ട് റേറ്റിങ്ങുകൾ കുറയ്ക്കുക, ഇതുപോലെ മനഃപൂർവ്വമായി സോഷ്യൽ മീഡിയകളിൽ നെഗറ്റീവ് റിവ്യൂസ് പോസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇപ്പോൾ ദേവ് രാംനാഥ് ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലൊരു സിനിമയെ കഴിഞ്ഞ വർഷവും തകർത്തിരുന്നു എന്നതുകൂടി പറയുന്നു. അത് സിനിമ ഏതാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ വിജയ് ആരാധകർക്ക് നേരെ നല്ലോണം കൊള്ളുന്നൊരു അമ്പായിട്ട് തന്നെയാണ് ദേവ് രാംനാഥ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. Talking as a cinema lover, this isn't healthy for any of us. Parashakti is about a student movement that we Tamil should pride about. We will fight this just the way our students did. ഈ സിനിമയും നിങ്ങൾ എത്ര തകർക്കാൻ ശ്രമിച്ചാലും ഞങ്ങളിതിന് വീഴില്ല, ഞങ്ങളിതുമായിട്ട് മുന്നോട്ട് പോകും, പരാശക്തി വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ ഇതൊക്കെ ഓക്കെ, ദേവ് രാംനാഥ് ഇതൊക്കെ പറഞ്ഞു.
പക്ഷേ 10-ാം തീയതി റിലീസ് ചെയ്ത സിനിമ 10, 11, 12, 10 വെള്ളിയാഴ്ച, 11 ശനി, 12 ഞായർ, ഈ 3 ദിവസങ്ങളിലും ഉണ്ടായിരുന്ന ട്രെൻഡ് അല്ല കഴിഞ്ഞ തിങ്കളാഴ്ച കണ്ടത്. ശിവകാർത്തികേയൻ സിനിമകൾ ഇങ്ങനെ ടിക്കറ്റുകൾ താഴേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അതായത് ബുക്കിങ്ങുകളുടെ എണ്ണം കുറഞ്ഞു. പരാശക്തിക്കൊരു സമ്മിശ്രമായ അഭിപ്രായങ്ങൾ വന്നു. സമ്മിശ്രമായ അഭിപ്രായങ്ങൾ വന്നതിന് പിന്നാലെ ഈ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഗണ്യമായി കുറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് വിജയ് ആരാധകരുടെ തലയിൽ വയ്ക്കുന്നത് ശരിയായ നിലപാടാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. 2, വിജയ് ആരാധകർ അത്ര പുണ്യവാന്മാരൊന്നുമല്ല. അവരും ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും പലരുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. അതും സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് സഹിതമാണ് ദേവ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 സാധ്യതകളും കൂടി ഉള്ളപ്പോൾ മൊത്തം വിജയ് ആരാധകരെ പഴി വാങ്ങുമ്പോഴാണ് ഇവിടെ പ്രശ്നം, അല്ലെങ്കിൽ എതിർക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം. എന്തായാലും ദേവിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വളരെയധികം ശക്തമായ രീതിയിൽ തന്നെ ട്രോളുകൾ സംഭവിക്കുന്നു. വളരെയധികം ശക്തമായ രീതിയിൽ തന്നെ എതിർപ്പും നടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.